എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ അക്കൈനോട് അറ്റാക്കില് അതില് ചേതനയേറ്റ് കിടക്കുന്ന നമ്മുടെ ഏസിനെ ആയിരിക്കും കാണിക്കുക. ഒരു സെക്കൻഡ് എല്ലാവരും ആ കാഴ്ച കണ്ട് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. കാരണം അവരുടെ ഒരുപാട് നേരത്തെ കഷ്ടപ്പാട് അതൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി. ലൂഫിയും വൈറ്റ് ബീഡും ആണെങ്കിൽ അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. പൈററ്റ്സിനാണെങ്കിൽ കലി കയറി അവനെ വിടരുത്, അക്കൈനോ അവനെ തല്ലിക്കൊല്ലണമെന്ന് പറഞ്ഞ് അവനെ അടിക്കാനായിട്ട് അവന്റെ അടുത്തേക്ക് ഓടിക്കൂടും. ഈ സമയം മറ്റൊരു ഭാഗത്ത് ആ മാർക്കോ അവനാണെങ്കിൽ അവന്റെ കയ്യിലുള്ള ഹാൻഡ് കഫ് അതെങ്ങനെയെങ്കിലും അഴിക്കാൻ പറ്റുമെന്നറിയാൻ അതിൽ പിടിച്ച് വലിക്കും. അതാണെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആണ്, അവനെ കൊണ്ട് അത് അഴിക്കാനായിട്ട് പറ്റില്ല. അപ്പോഴായിരിക്കും അവന്റെ കൂടെയുള്ള പൈററ്റ്സ് പറയാ, ആക്ച്വലി എയ്സിന്റെ കയ്യിലുള്ള ഹാൻഡ് കഫ് അത് അഴിച്ചത് ലൂഫിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പൈററ്റാണ്. അവനെ കൊണ്ട് തീർച്ചയായിട്ടും ഇതിനും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും, ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പൊ നമ്പർ 3 തേടി ഓടാനായിട്ട് ആരംഭിക്കും. കട്ട് ചെയ്ത പൈററ്റ്സ് എല്ലാവരും ചേർന്ന് ഇപ്പൊ അക്കൈനോയെ അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. അവരുടെ എല്ലാവരുടെയും കഷ്ടപ്പാട് അത് നശിപ്പിച്ചു കളഞ്ഞ അക്കൈനോയോടുള്ള ദേഷ്യം, വെറുപ്പ്, പക അതെല്ലാം തന്നെ അവന്റെ ദേഹത്ത് തീർക്കും. സബോർഡിനേറ്റ് ആർക്കിപ്പലകത്തിലുള്ളവര് ഈ കാഴ്ച കണ്ട് വണ്ടടിച്ചിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ ശരിക്കും എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണേ എന്നൊന്നും കറക്റ്റായിട്ട് മനസ്സിലാവില്ല. ഈ ഒരു വലിയ യുദ്ധത്തിന് അതിനൊടുക്കമില്ലേന്ന് ചിന്തിച്ച് അവരങ്ങനെ വിഷ്വൽസിലേക്ക് തന്നെ നോക്കി നിൽക്കും. അതേസമയം പൈററ്റ്സ് അവരാണെങ്കിൽ അക്കൈനോയെ അറ്റാക്ക് ചെയ്ത് അവിടെ ഇപ്പോ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായി ആ ഭാഗം മുഴുവൻ ഒരു തീ കോളായി മാറും. അവരാണെങ്കിൽ അക്കൈനോ ആ ഒരു തീയിൽപ്പെട്ട് വെന്തുരുകിയിട്ടുണ്ടാവും എന്നായിരിക്കും ധരിച്ചിട്ടുണ്ടാവുക. പക്ഷെ അവരുടെ എല്ലാം പ്രതീക്ഷകളെ അസ്തമിപ്പിച്ചുകൊണ്ട് അക്കൈനോ ആണെങ്കിൽ അങ്ങനെ ആ തീയിലൂടെ പുറത്തേക്ക് വരാണ്. പക്ഷെ എന്താ, അവന്റെ പകുതി ബോഡി അതങ്ങനെ ഉരുകിയിരിക്കുകയാണ്. അവന്റെ ബോഡി ഓൾറെഡി വോൾക്കാനോ പവർ ഉള്ളതായതുകൊണ്ട് തന്നെ അവന്റെ ബോഡിക്ക് വലിയ ഇമ്പാക്റ്റ് ഒന്നും അതിൽ സംഭവിച്ചിട്ടുണ്ടാവില്ല. അക്കൈനോ ആണെങ്കിൽ വീണ്ടും ഇപ്പൊ ഏസിന്റെ അടുത്തേക്ക് വരും. ഏസ്, നീ മരിച്ചിട്ടില്ല എന്നെനിക്കറിയാം. ലൂഫി ആണെങ്കിൽ ഷോക്കായിട്ട് അക്കൈനോയെയും ഏസിനെയും മാറി മാറി നോക്കും. ഉടനെ ഏസ് കണ്ണു തുറക്കും. പക്ഷെ ഏസിന് ഇപ്പൊ സംസാരിക്കാൻ കഴിയുന്നില്ല. അവന്റെ ഓരോ ഭാഗത്തു നിന്നും രക്തം ഒഴുകിക്കൊണ്ടേയിരിക്കും. അവനിപ്പോ വീണ്ടും ഏസിനെ അറ്റാക്ക് ചെയ്യാൻ പോവാണെന്ന് മനസ്സിലാക്കിയ വൈറ്റ് ബിയേർഡ് ആളുടെ സ്ക്വാഡ് എടുത്ത് അങ്ങനെ വീശും. ഉടനെ ആ കിസറു അവനാണെങ്കിൽ ലൈറ്റ് പവർ വെച്ച് വൈറ്റ് ബിയേർഡിനെ അറ്റാക്ക് ചെയ്ത് താഴെ ഇടുകയാണ്. ഇവിടെ ലൂഫി ആണെങ്കിൽ അവനോട് അറ്റാക്ക് ചെയ്യരുത് എന്ന് പറയും. പക്ഷെ അവൻ വീണ്ടും കൈ ചുരുട്ടി അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴേക്കും ജിംബൈ ആണെങ്കിൽ അവന്റെ കൈ വെച്ച് ഇപ്പൊ അക്കൈനോയെ തടയും. ലൂഫിയെ കൊണ്ടാണെങ്കിൽ ഇപ്പോ ഒന്നിനും പറ്റുന്നില്ല. അവൻ ഒരുപാട് നേരം ഫൈറ്റ് ചെയ്തതുകൊണ്ട് തന്നെ അവൻ തളർന്ന് താഴേക്ക് വീണിരിക്കുകയാണ്. അക്കൈനോ ആണെങ്കിൽ ഇപ്പൊ അവനോട് പറയും, മര്യാദയ്ക്ക് മാറി നിൽക്ക്, നീയും ഒരു വയർലോഡ് ആണെന്നുള്ള കാര്യം നീ മറക്കാൻ പാടില്ല. അത് കേട്ട് ജിംബൈ ചിരിക്കും. ഞാൻ ഓൾറെഡി എന്റെ വയർലോഡ് സ്ഥാനം അത് രാജിവെച്ചു എന്ന് പറഞ്ഞ് ആഞ്ഞൊരെട്ടി. കട്ട് ചെയ്ത ഇപ്പൊ കാർപ്പാണെങ്കിൽ ആ അക്കൈനോടെ നേരെ പോവാണ്. അത് കണ്ട സെൻഗോക്കുവിന് പിടികിട്ടും അവൻ അക്കൈനോയെ അറ്റാക്ക് ചെയ്യാനാണ് മുൻപോട്ടേക്ക് പോകുന്നതെന്ന്. സെൻഗോക്കു ചാടി വന്ന് കാർപ്പിന്റെ തലയിൽ ആഞ്ഞൊരടി. കാർപ്പാണെങ്കിൽ ഇപ്പൊ തല അടിച്ച് അങ്ങനെ താഴെ വീഴും. ഇപ്പൊ സെൻഗോക്കുവിനോട് പറയും, നീ ഇതുപോലെ തന്നെ എന്നെ അമർത്തി പിടിക്കണം. എന്റെ ബോഡിയിൽ നിന്ന് നീ കൈയെടുത്ത ഉറപ്പായാലും ഞാൻ അക്കൈനോയെ തല്ലി കൊല്ലും. അതേസമയം അക്കൈനോ ആണെങ്കിൽ ഇപ്പൊ ഒരു വിധത്തില് എഴുന്നേറ്റ് നിന്ന് ജിംബയെ ഇടിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോഴായിരിക്കും മീശക്കാരനും മാർക്കോയും അവർ രണ്ടുപേരും ചാടി വന്ന് അവനെ ഇടിച്ച് താഴെയിടുക. പക്ഷെ അക്കൈനോയ്ക്കാണെങ്കിൽ അപ്പോഴും യാതൊരു കൂസലും ഉണ്ടാവില്ല. കാരണം അവന്റെ ലക്ഷ്യം എയ്സിനെ തകർക്കുക എന്നതായിരുന്നു. ഉടനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത് ഇപ്പൊ എയ്സിനെ കാണിക്കും. ലൂഫി ആണെങ്കിൽ എയ്സിനെ താങ്ങിയെടുത്ത് അവനെ വിളിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അവന്റെ കയ്യിലേക്ക് നോക്കും. കൈ മുഴുവൻ ചോര. എയ്സ് പറയും, ഐ എം സോറി, എന്നെ രക്ഷപ്പെടുത്താൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ ഇനി നിനക്ക് എന്നെ രക്ഷപ്പെടുത്താൻ ആവില്ല ലൂഫി. ലൂഫി ആണെങ്കിൽ പ്രതീക്ഷ കൈവിടില്ല. പ്ലീസ് ആരെങ്കിലും ഒന്ന് വരണേ, എത്രയും പെട്ടെന്ന് എയ്സിന് ട്രീറ്റ്മെന്റ് കൊടുത്ത് അവൻ രക്ഷിക്കണം. അത് കേട്ടൊരു ഡോക്ടർ ഓടി അടുത്തേക്ക് വരും. പക്ഷെ ഡോക്ടർ ആണെങ്കിൽ അവന്റെ ബോഡിയുടെ അവസ്ഥ കണ്ട് അങ്ങനെ സ്തംഭിച്ചു നിൽക്കും. എയ്സ് പറയും, ഇനി ആർക്കും ഒന്നും ചെയ്യാനില്ല, എന്റെ ഇന്റേണൽ ബോഡി ഓർഗൻസ് അത് ഓൾറെഡി കത്തിക്കരിഞ്ഞു. ലൂഫി ചുറ്റും നോക്കും. അപ്പൊ ദൂരത്തായിട്ട് ഇവാനെ കാണും. അവൻ ഇവാനോട് പറയും, ഇവാൻ പ്ലീസ് നീയെങ്കിലും എന്നെ കൈവിടരുത്. അതിന് ഇവാനും തല താഴ്ത്തി നിൽക്കും. അവന്റെ ഓർഗൻസ് അത് മുഴുവനായിട്ടും നശിച്ചു. ഇനി എനിക്ക് ഒരു ട്രീറ്റ്മെന്റും അവന് കൊടുക്കാനില്ല. ലൂഫി ആണെങ്കിൽ എയ്സിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് നിലവിളിക്കും. ലൂഫി ആണെങ്കിൽ ഇപ്പൊ എയ്സിനോട് റിക്വസ്റ്റ് ചെയ്യും, നീ എന്നോട് പറഞ്ഞതല്ലേ എന്നെ വിട്ട് പോവില്ല എന്ന്. എനിക്കൊരു കാവലായി നീ ദൂരെ ഉണ്ടാകുമെന്ന് എനിക്ക് വാക്ക് തന്നതല്ലേ. നീ മരിച്ചു പോവില്ല എന്നോട് പ്രോമിസ് ചെയ്തതല്ലേ. എന്നിട്ടിപ്പോ നീ എനിക്ക് തന്ന വാക്ക് അത് തെറ്റിക്കാൻ നോക്കുകയാണോ?
എയ്സിനാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അവനൊരു 2 സെക്കൻഡ് അതെല്ലാം കേട്ട് നിൽക്കും. അതിനുശേഷം വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. ഫ്ലാഷ് ബാക്കിൽ എയ്സാണെങ്കിൽ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിച്ചു. മാത്രമല്ല അവന്റെ പപ്പയെക്കുറിച്ച് എല്ലാവരും വളരെ ബാഡായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. എയ്സ് ആണെങ്കിൽ അവന്റെ പപ്പയെ കുറിച്ച് എല്ലാവരോടും ചോദിച്ചതിന് ശേഷം കോൾഡ് റോജറിന് ഒരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ അവനോട് നിങ്ങൾ എങ്ങനെ പെരുമാറും എന്നായിരിക്കും പിന്നെ അവൻ എല്ലാവരോടും ചോദിക്കുക. അവനാണെങ്കിൽ വീണ്ടും വളരെ ബാഡായിട്ട് പറയും അവനൊരു മകനുണ്ടെങ്കിൽ ഓൾറെഡി റോജറിനെ കൊന്നതിനെ കഴിഞ്ഞും ബാഡായിട്ട് അവനെ പിടിച്ചു വലിച്ച് ഇഞ്ചിഞ്ചായി ഞങ്ങൾ തല്ലിക്കൊല്ലും, അവനെ അപമാനിച്ച് നാണം കെടുത്തി ഞങ്ങള് ഇവിടെ നാട്ടി ഓടിക്കും, അവനായിരിക്കും വേൾഡിലെ ഏറ്റവും വലിയ അൺലക്കി ബോയ് എന്നൊക്കെ പറഞ്ഞ് അവരിപ്പോ എയ്സിനെ നോക്കി കളിയാക്കും. അവരാണെങ്കിൽ ഇപ്പൊ പരസ്പരം നോക്കി ചിരിക്കും. ഭാഗ്യത്തിന് അങ്ങനെ ഒരു മകനില്ല, ഉണ്ടായിരുന്നെങ്കിൽ അവൻ പിന്നെ ബാക്കി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ പൊട്ടിച്ചിരിക്കും. എയ്സിനാണെങ്കിൽ അത് താങ്ങാവുന്നതിനും അപ്പുറമാണ്. അവനെക്കുറിച്ച് കുറ്റം പറഞ്ഞ അതവൻ സഹിക്കും. പക്ഷെ അവന് ജന്മം നൽകിയ അവന്റെ പപ്പയെ അദ്ദേഹത്തെക്കുറിച്ച് കുറ്റം പറയുന്നത് അവനൊട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് എയ്സ് അവരെല്ലാം ഇഞ്ചിഞ്ചായി തല്ലി കൊല്ലാറാക്കിയത്. അവന്റെ ഗ്രാൻഡ് പയ്ക്ക് ആണെങ്കിൽ അതെല്ലാം ഓർത്ത് ഒരുപാട് വിഷമാവും. ഗ്രാൻഡ് ഒരുപാട് കലിപ്പില് ഇപ്പൊ അവന്റെ അടുത്തേക്ക് വരും. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഇങ്ങനെ വഴക്കിടാൻ പാടില്ല എന്ന്, നീ കാരണം എനിക്കിപ്പോ സമൂഹത്തിൽ തലയുയർത്തി നടക്കാൻ കഴിയുന്നില്ല. അതിന് എയ്സ് പറയും എനിക്കിപ്പോ അത്രയും പവറില്ല, കുറെ കൂടെ പവർ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കാർക്കും കഴുത്തിന് മുകളിൽ തല കാണില്ലായിരുന്നു. എയ്സ് ആണെങ്കിൽ ഇതെല്ലാം ആലോചിച്ച് ഇപ്പൊ ലൂഫിയോട് പറയും എന്റെ ഏറ്റവും വലിയ ആഗ്രഹം നിന്റെ ലൈഫിൽ നീ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കുന്നത് എനിക്ക് കാണണം എന്നത് മാത്രമായിരുന്നു. ആക്ച്വലി ഞാൻ പണ്ടേ മരിക്കേണ്ട ആളാണ്. എന്റെ ബ്രദറായി നീയും നമ്മുടെ പപ്പയും ഗ്രാൻഡ് പേയും എല്ലാവരും ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാലവും ജീവിച്ചിരുന്നത്. ഇപ്പൊ കാണുകയാണെങ്കിൽ എന്റെ ഒരു ഹായ് പറയണം, ഞാൻ അന്വേഷിച്ചൊന്നും പറയണം. ലൂഫിക്കാണെങ്കിൽ ഇപ്പൊ എയ്സ് പറയുന്നത് കേട്ട് അവന്റെ നെഞ്ച് തകരുകയാണ്. നിന്റെ വിജയം അത് കാണാൻ ഞാൻ ഉണ്ടാവില്ല, പക്ഷെ ഉറപ്പായാലും നീ വിജയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആള് അത് ഞാനായിരിക്കും. കാരണം ഞാനത് അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും അവരുടെ ഒരു ചെറുപ്പകാലം കാണിക്കും. ചെറുപ്പത്തിൽ എയ്സ് ലൂഫിയെ ചേർത്ത് നിർത്തി പറയും നമ്മള് കടലിലേക്ക് പോവേണ്ടവരാണ്, നമ്മുടെ ലക്ഷ്യത്തിനു വേണ്ടി നമ്മൾ മരണം വരെ പോരാടണം എന്നൊക്കെ പറഞ്ഞത് അവൻ ഓർക്കും. എയ്സ് ഇപ്പോഴും ലൂഫിയെ സ്ട്രോങ് ആയിട്ട് ഹഗ് ചെയ്തിരിക്കുകയാണ്. എയ്സ് ആണെങ്കിൽ പതിയെ ചിരിക്കും. ആക്ച്വലി ഇത്രയും കാലത്തെ എന്റെ ജീവിതത്തിന് യാതൊരു അർത്ഥവും ഉണ്ടായിരുന്നില്ല. എന്റെ ജീവിതത്തിന്റെ ഓരോ പാതയിലുമാണ് എനിക്ക് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലായത്. എയ്സ് ഇപ്പോ വൈറ്റ് ബിയേർഡ് എയ്സ് അവന്റെ മകനാണെന്ന് പറഞ്ഞതും ലൂഫി അവൻ ഉച്ചത്തില് എന്റെ ചേട്ടനെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞതും വലിയൊരു പൈററ്റ് ടീം തന്നെ അവന് വേണ്ടി ആ മിലിറ്ററി ഫോഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്തത് അവസാനമായിട്ട് വൈറ്റ് ബിയേർഡ് വീണ്ടും ഞാൻ നിന്റെ അച്ഛനായിട്ടിരിക്കുന്നതിൽ നിനക്ക് സന്തോഷമാണോ എന്ന് ചോദിച്ചത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ ഓർത്തെടുക്കും. എയ്സിനാണെങ്കിൽ ഇപ്പൊ പതിയെ അവന്റെ ഓർമ്മ നഷ്ടപ്പെടാൻ തുടങ്ങുകയാണ്. കണ്ണുകള് അതിലേക്ക് ഇരുട്ട് അത് വന്നു നിറയാനായിട്ട് ആരംഭിക്കും. എയ്സ് ഇപ്പൊ പതിഞ്ഞ ശബ്ദത്തില് ലൂഫിയോട് പറയും എനിക്ക് ഒച്ചത്തിൽ പറയാനായിട്ട് ശബ്ദമില്ല, ഇപ്പൊ നേരത്തേക്ക് നീ എന്റെ ശബ്ദമാവണം, എനിക്ക് പറയാനുള്ളത് നീ ഉച്ചത്തിൽ വിളിച്ചു പറയണം. പപ്പ, ലൂഫി, പൈററ്റ്സ്, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. നിങ്ങളിൽ പലരും എനിക്ക് വേണ്ടി രക്തം ചിന്തി ജീവൻ കളഞ്ഞു, ഇപ്പോഴും എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളോടെല്ലാവരോടും എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൻ പതിയെ ചിരിച്ച് ഇപ്പോ താഴേക്ക് വീഴാണ്. ശരിക്കും ഇതൊരു സങ്കട സീനാണ്. അത് കണ്ട് വൈറ്റ് ബിയേർഡ്, ലൂഫി അവരെല്ലാവരും പൊട്ടിക്കരയാനായിട്ട് തുടങ്ങും. അപ്പൊ ലോങ് ഷോട്ടില് കാർപ്പ് ആള് ഹൃദയം തകർന്ന് അവനെ നോക്കി നിൽക്കുകയാണ്. കാർപ്പിനോടും വളരെ ചെറുപ്പത്തിൽ തന്നെ എയ്സ് ഞാൻ ജീവിക്കാൻ അർഹതപ്പെട്ടവനാണോ എന്ന് ചോദിച്ചിരുന്നു. അതിന് കാർപ്പ് പറഞ്ഞ ഒരേ ഒരു മറുപടി ഈ ചോദ്യത്തിനുള്ള ഉത്തരം അത് നീ എങ്ങനെ ജീവിക്കുന്നു എന്നതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ്. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ഇപ്പൊ എയ്സിനെ കാണിക്കും. എയ്സിനിപ്പോ യാതൊരു അനക്കവും ഇല്ല. ആ വിബ്രൂക്കാട് മുഴുവനായിട്ടും കത്തി എരിഞ്ഞ് കാറ്റോട് കാറ്റായി അങ്ങനെ പ്രപഞ്ചത്തിൽ അലിഞ്ഞു ചേർന്നു. നമ്മുടെ എയ്സ് അദ്ദേഹം മരണപ്പെട്ടു. നമ്മുടെ ഫ്രണ്ട്സിന് ആർക്കൊക്കെ എന്നെ പോലെ എയ്സ് മരിച്ചത് ഒരുപാട് വിഷമമായോ അവരെല്ലാവരും ഒരു ലവ് സിമ്പിള് ഒന്ന് കമന്റ് ചെയ്യണേ. ലൂഫിയുടെ കൈകളാണെങ്കിൽ കിട്ടുകിട്ടാന്ന് വിറയ്ക്കാണ്. അവൻ മുകളിലേക്ക് നോക്കി എയ്സ് എന്ന് നിലവിളിച്ച് കരയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.